സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. നിലവിളി എന്ന് പറയുന്നത് പല ഘട്ടത്തിലാണ് നിലവിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കരച്ചിലോ ഒരു വിളിയോ ഒന്നും അല്ല നിലവിളി എന്ന് പറയുന്നത്. അവൻ ഈ സമതല തെറ്റുന്നത് പോലെയുള്ള വിളി, ഞെരുക്കത്തിൻ്റെ കൊടുമുടിയിലായിരുന്ന ജനത്തിന് ദൈവം ഒരു സ്വസ്ഥത നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന, സന്ദേശം കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ എന്തിനു വേണ്ടിയാണ് കരയുന്നേ? നീ എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നേ? ആ നിലവിളി കേൾക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകലിൽ നിങ്ങളുടെ നടുവിലിറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ, അവരെ കഷ്ടതയിൽ, വേറെ ഒരാളുടെ കഷ്ടതയിലല്ല, അവരുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് പകലിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരിക്കലും നിലവിളി കേട്ട് മാറി നടന്നു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അത്ഭുതങ്ങളെ ചെയ്യുന്ന, അതിശയം പ്രവർത്തിക്കുന്ന, ഇന്നും നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ അരുമരക്ഷകൻ പറയുന്നു, നിന്റെ നിലവിളിയുടെ മുൻപിൽ എൻ്റെ കർത്താവ് നിൽക്കാൻ പോകുകയാണ്. സ്തോത്രം. നമുക്കറിയാം, ബർശേബ മരുഭൂമിയിൽ ഹാഗറിന്റെ നിലവിളി കേട്ട് അവിടെ ഇറങ്ങിച്ചെന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമിയാണോ, തീച്ചുളയാണോ, ചെങ്കടലാണോ, സിംഹത്തിന്റെ കൂടാണോ, മാറയാണോ, വിഷയമല്ല. നിന്റെ നിലവിളിയാണ് ദൈവത്തിന് വിഷയം. ദൈവത്തിന്റെ സന്നിധിയിൽ ആരൊക്കെ നിലവിളിച്ചിട്ടുണ്ടോ അവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് പാട്ടുകാരൻ പാടിയത്, നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പ്രൈസ് ദി ലോർഡ്. നോക്കേ, ദൈവജനം എവിടെയെല്ലാം ഒരു നിലവിളിക്കുമോ അവരുടെ നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിപ്പാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാകാം. കർത്താവ്